ബി ജെ പി എത്ര വലിയ ഓഫർ കൊടുത്ത് വിളിച്ചാലും പോകാത്ത നേതാക്കളും കേരളത്തിലുണ്ടെന്ന് മനസ്സിലായി. പറയാൻ കാരണം, കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയിലേക്ക് ജടകൊഴിഞ്ഞ ചില സിംഹങ്ങളും നിഴൽ പോലും കൂടെയില്ലാത്ത ചില നേതാക്കളുമാണ് ബി ജെ പിയിലേക്ക് പോകുന്നത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ചിലരൊക്കെ പോകുന്നതായും വാർത്തകൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടത് വലത് മുന്നണികളിലെ ചില നേതാക്കളുടെ പേരുകൾ പ്രചരിക്കുന്നുണ്ട്. അവരെ പ്രതീക്ഷിച്ചാണ് 4 ലോക്സഭാ സീറ്റുകൾ വരെ ഒഴിച്ചിട്ടിരിക്കുന്നതെന്നും പ്രചാരണമുണ്ട്. ആ പേരുകളിൽ ഒരാളാണ് CPIയുടെ മുൻ MLA ES ബിജിമോൾ. ബിജിമോൾ പറയുന്നു, അവരെ ക്ഷണിച്ച് ചില നേതാക്കൾ മുൻപ് വിളിച്ചിരുന്നുവെന്നും അത് കേട്ടപ്പോൾ തന്നെ താല്പര്യമില്ലെന്ന് തീർത്തു പറഞ്ഞുവെന്നും. മാത്രമല്ല, ഇക്കാര്യം പാർട്ടി നേതൃത്വത്തിനും അറിയാമെന്നും അവർ വ്യക്തമാക്കി. അതുപോലെ കേരള കോൺഗ്രസ് നേതാവും MLAയുമായിരുന്ന മാത്യു സ്റ്റീഫനുമായും കേരളത്തിൻ്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ മാത്യു സ്റ്റീഫൻ പോകാൻ തയ്യാറാണ്. ഏതു സമയം പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥിയായി മാത്യു സ്റ്റീഫനെ പരിഗണിച്ചിരുന്നു. പക്ഷേ BDJSൽ അംഗത്വമെടുത്ത് മത്സരിക്കണമെന്നായിരുന്നു നിബന്ധന. മാത്യു സ്റ്റീഫന് ഇഷ്ടം BJP അംഗത്വം തന്നെയാണ്. അത് കിട്ടിയാൽ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. പ്രത്യേകിച്ച് ഇപ്പോൾ പണിയൊന്നുമില്ല, ഒരു പാർട്ടിയിലുമില്ല. കഴിഞ്ഞ കുറേ നാളുകളായി PJ ജോസഫിൻ്റെ കൂടെയായിരുന്നു. അവിടുന്ന് ചാടിയാണ് NPP എന്നൊരു പാർട്ടി ഉണ്ടാക്കിയത്, ജോണി നെല്ലൂരുമായി ചേർന്ന്. പക്ഷേ അതിൻ്റെ ഗതി അധോഗതിയായി. ഇപ്പോൾ ചൊറിയും കുത്തി വീട്ടിലിരിക്കുക. അപ്പോൾ BJPക്കാർ മെമ്പർഷിപ്പ് കൊടുത്താൽ അങ്ങ് പോകും. പക്ഷേ BJPക്ക് മാത്യു സ്റ്റീഫനോട് അത്ര പന്തിയില്ല. കാരണം PC ജോർജിൻ്റെ സഹചാരിയാണ്. ജോർജിനെ എടുത്തത് പുലിവാലായിരിക്കുമ്പോഴാണ് ഈ കുരിശിനെ കൂടിയെടുത്ത് തലയിൽ വയ്ക്കുന്നതെന്ന ഒരു BJP മുതിർന്ന നേതാവ് പറഞ്ഞത്. പിന്നെ കോൺഗ്രസ് നേതാക്കളായ പീതാംബരക്കുറുപ്പ്, ശരത്ചന്ദ്ര പ്രസാദ്, പന്തളം സുധാകരൻ തുടങ്ങിയവരെല്ലാം ഈ വാർത്ത നിഷേധിച്ചു. ഇവരുടെയൊക്കെ പേരുകൾ മാറി മറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അമ്മയെ ഒഴികെ എല്ലാം വിലയ്ക്ക് വാങ്ങുന്ന കാലമാണ്. അങ്ങനെ പോകുന്ന പൈതൃകമല്ല എൻ്റേത്. ഓർമ്മയിലും വിശ്വാസത്തിലുമെല്ലാം കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്നെയും അങ്ങനെ കാണുന്നുവെന്നാണ് മുൻ MP കൂടിയായ പീതാംബരക്കുറുപ്പ് ആണയിട്ട് പറയുന്നത്. അതുപോലെ പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടന വേദിയിൽ ഇരിക്കുമ്പോഴാണ് ഈ സമൂഹ മാധ്യമ പ്രചാരണം കണ്ടത്. പിന്നിൽ CPM ആണെന്നറിയാം. മര്യാദയില്ലാത്ത രാഷ്ട്രീയമാണിതെന്നാണ് UDF പ്രചാരണ സമിതി കൺവീനർ കൂടിയായ പന്തളം സുധാകരൻ പറഞ്ഞത്. ഈ പ്രചാരണം അവജ്ഞയോടെ തള്ളുന്നു. എൻ്റെ ശരീരത്തെ 100ഓളം മുറിപ്പാടുകൾ കോൺഗ്രസിൻ്റെ കൊടി പിടിച്ചപ്പോൾ കിട്ടിയതാണ്. മരിക്കുന്നതുവരെ ആ കൊടി പിടിക്കും. കോൺഗ്രസ് എൻ്റെ ചോരയാണെന്നാണ് KPCC മുൻ ജനറൽ സെക്രട്ടറി T. ശരത്ചന്ദ്ര പ്രസാദ് പങ്കുവച്ചത്. അതുപോലെ കൊല്ലത്തെ നേതാവ് KPCC മുൻ വൈസ് പ്രസിഡന്റ് ശൂരനാട് രാജശേഖരൻ. അദ്ദേഹം സത്യം ചെയ്തു പറയുന്നത് ഈ പ്രചാരണങ്ങൾക്ക് പിന്നിൽ ത്രിപുരയിൽ ഓഫീസുകളടക്കം BJPക്ക് കൊടുത്ത CPM ആണെന്നാണ്. പ്രേമേന്ദ്രൻ്റെ പ്രചാരണ പരിപാടികളുടെ വിശകലന ചർച്ചയിലാണ് ഞാൻ ഒരിക്കലും BJPയിൽ പോകില്ലെന്നും കൂട്ടിച്ചേർത്തു. തൽക്കാലം ഇവരുടെ വാക്കുകൾ വിശ്വസിക്കാം, അല്ലേ? പക്ഷേ ഏത് സമയവും വാക്കുമാറാം. വാക്കല്ലേ മാറ്റാൻ പറ്റൂ.